ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡിലൻ സൂപ്പാണ് കേട്ടോ. ടൊമാറ്റോ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ മെൽറ്റായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറുത്ത ഏലയ്ക്ക, ബ്ലാക്ക് കാർഡമം എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല, ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനത് പൊട്ടിച്ചിട്ട് അരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അരി ഇതാണ് കേട്ടോ, ഇത് ചേർത്ത് കൊടുക്കാം. ഇനിയുള്ളത് 1 ടീസ്പൂണോളം ഉണ്ട് കുരുമുളക്, മുഴുവനെയുള്ള കുരുമുളകാണ്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 8-10 കഷ്ണം വെളുത്തുള്ളിയാണ്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം സൈസിലുള്ള 2 കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, പൊടിയായിട്ട് അരിയേണ്ട, അതായത് ഇതുപോലെ ഈ വലുപ്പത്തിൽ അരിഞ്ഞിട്ടാൽ മതി. നമുക്കിത് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയുടെ വേരോട് കൂടിയിട്ടുള്ള തണ്ട്, ഇല ചേർക്കണ്ട, വേരോട് കൂടിയിട്ടുള്ള തണ്ട് നമ്മൾ എടുക്കുമ്പോൾ മണ്ണ് ആകാതെ സൂക്ഷിക്കണം കേട്ടോ. മണ്ണ് നന്നായിട്ടുണ്ടാകും വേരിൻ്റെ ഭാഗമാകുമ്പോൾ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് അതിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ചധികം ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർക്കുക. ഇനി മീഡിയം സൈസിലുള്ള ഒരു സവോള അതങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതാ മീഡിയം സൈസിലുള്ള 6 തക്കാളി ഉണ്ട്. ഇതും അല്പ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എനിക്കിപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് പഴുത്തതല്ല. അപ്പോഴാണ് നമ്മുടെ സൂപ്പിന് നല്ല കളറും നല്ല ടേസ്റ്റും കിട്ടുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ചിലതൊക്കെ ചില തക്കാളിയുടെ ചില വശങ്ങളൊക്കെ നന്നായിട്ട് പഴുത്ത് നല്ല കളറായിട്ടുണ്ടായിരുന്നില്ല. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെയൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ അത് ചേർത്താൽ മതി. ഇനി നമ്മൾ സൂപ്പ് തയ്യാറാക്കുന്ന സമയത്ത് പിങ്ക് സോൾട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റായി. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അത് ഒരു 5-6 കപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണ് സൂപ്പ് വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇപ്പോൾ അതാ ഇവിടെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കറൊന്ന് തണുക്കട്ടെ. കുക്കറിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കുക്കർ ഞാനിവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേർത്തിട്ടുള്ള തക്കാളി സവോളയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ആ ബേ ലീഫ് നമ്മൾ മാറ്റാനായിട്ട് മറന്നു പോകരുത്. നല്ലതുപോലെ നമുക്കത് അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ വെള്ളത്തോട് തന്നെയാണല്ലോ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുരുമുളക് നല്ലതുപോലെ അരഞ്ഞു വരാതിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. കണ്ടോ, കുരുമുളക് നന്നായിട്ട് അരഞ്ഞിട്ടില്ല, ചിലതൊക്കെ അരയാതെ കിടക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ തക്കാളിയുടെ ആ തോല്, അതുപോലെ തന്നെ അതിൻ്റെ അരി, ഇതൊക്കെ ഈ അരിപ്പയിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും.
അത് നമ്മൾ അല്ലെങ്കിൽ സൂപ്പ് കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കാനായിട്ട് അത്ര ഇങ്ങോട്ടൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് അരിച്ചെടുക്കാനായിട്ട് മറന്നു പോകണ്ട. ഇനി നമുക്കിതൊന്നും സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഈ തണുപ്പ് സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ഊതി ഊതി കുടിക്കാനായിട്ട് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. കണ്ടോ, നമ്മളിപ്പം ഇത്ര തിക്കായിട്ട് വേണ്ട. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം വെള്ളം ചേർക്കാം. അതും ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പിന് അത്ര ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പം നമ്മളിവിടെ സൂപ്പൊക്കെ അരച്ചെടുത്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പിങ്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. കുറവുള്ളതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരു 2-3 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഒരുപാട് മധുരത്തിനോട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. മധുരം സൂപ്പിന് ഇഷ്ടമാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും ഇതുപോലെ തന്നെ 2-3 ടീസ്പൂൺ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തണുപ്പ് സമയത്ത് സൂപ്പ് ഇങ്ങനെ ഊതി ഊതി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കുന്നത് നല്ലതായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സൂപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇറക്കി വയ്ക്കാം. കാണാനായിട്ട് നല്ല കളറായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല കളർ കിട്ടീനെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ നാക്കി കൊടുക്കാം. ഇനി ഞാൻ ഒരു 4-5 പീസ് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സൂപ്പിൽ ഇതും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് നിരത്തി വയ്ക്കാം. അപ്പോൾ എല്ലാ സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി വരും. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വയ്ക്കുക. അപ്പോൾ അതാ ഇവിടെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒന്നുകൂടി ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് നല്ല ചൂട് വേണമല്ലോ നമ്മുടെ സൂപ്പിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്നുകൂടി സൂപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റൗവിലേക്ക്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫ്രഷ് ക്രീം ആണ്. ഞാൻ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. ഞാൻ നമ്മുടെ പാൽപ്പാടയിൽ നിന്ന് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താണിത്. അപ്പോൾ ഇത് നമുക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ക്രീം ചേർക്കണ്ട. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ടൊമാറ്റോ സൂപ്പിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കപ്പിലേക്ക് സൂപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡിൻ്റെ പീസസും ചേർത്തിട്ട് ക്രീമും ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി കിഡിലും സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറന്നു പോകരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.